ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നമ്മുടെ മാസങ്ങൾ നീണ്ട NMS എക്സാമിന് വേണ്ടിയുള്ള പരിശ്രമം ഒരു പരിസമാപ്തിയിലേക്ക് എത്താൻ പോവാണ്, അവസാനിക്കാൻ പോവാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ NMS എക്സാം എഴുതും. അതിന് മുമ്പായിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടിയിട്ടുമായിരുന്നു എജുപോർട്ട് മെഗാ മോഡൽ എക്സാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് എജുപോർട്ടിൻ്റെ മെഗാ മോഡൽ എക്സാം എഴുതുന്നത് എന്നാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഓൺലൈനായിട്ടാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാ മക്കളും, എക്സാം എഴുതുന്ന എല്ലാ മക്കളും എജുപോർട്ടിൻ്റെ ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യണം. എജുപോർട്ട് ലേണിംഗ് ആപ്പിലൂടെയാണ് നമ്മളുടെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ, ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആപ്പ് സ്റ്റോറിലോ എന്തുണ്ടായിരിക്കും, എജുപോർട്ട് ലേണിംഗ് ആപ്പ് ഉണ്ടായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്താൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അതൊരു പേജ് വരിക. ഈ ഒരു പേജ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നമ്പർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പർ എന്ത് ചെയ്യാം, അവിടെ എൻ്റർ ചെയ്യാം. ആ രജിസ്റ്റർ ചെയ്ത നമ്പർ അവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ കൊടുക്കുക. എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആ നമ്പറിലേക്ക് എന്ത് വരും, ഒരു OTP അവിടെ വരും. ആ OTP എൻ്റർ ചെയ്യാണ്. എനിക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്യാണ്. 675636 എന്ന് ഞാൻ എൻ്റർ ചെയ്തു. അങ്ങനെ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മൾ ആപ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ആപ്പിൽ എങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതുന്നത്? ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ വരും. എന്ത് ചെയ്യാം, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ നമ്മൾ ആപ്പിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു, എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ആപ്പിൽ എക്സാം എഴുതുന്നത്? പ്രത്യേകം മനസ്സിലാക്കുക, ആപ്പിലേക്ക് നിങ്ങൾ നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല. അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ബാച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുകളിലായിട്ട്, നിങ്ങളുടെ വെൽക്കം എന്ന് ചെയ്തതിൻ്റെ തൊട്ട് താഴെ, സെർച്ച് ബാറിന് തൊട്ട് താഴെയായിട്ട് ബാച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ബാച്ച് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ആ ബാച്ച് സെലക്ട് ചെയ്യുമ്പോൾ കുറേ ബാച്ചുകളുടെ ഒരു ലിസ്റ്റ് വരും. അവിടെ നിങ്ങൾക്ക് ഏറ്റവും എൻഡിൽ താഴെ കാണാം വ്യൂ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ വ്യൂ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. വ്യൂ ഓൾ എന്നുള്ള ഓപ്ഷൻ വന്നാൽ അവിടെ ഒരു സെർച്ച് വരും, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അവിടെ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക NMS. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, സെർച്ച് ബാറിന് തൊട്ട് താഴെയുള്ള ബാച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ വ്യൂ ഓൾ കൊടുക്കുന്നു. സെർച്ച് ചെയ്യാണ് NMS. ഇവിടെ സെർച്ച് ചെയ്ത് പോകണ്ടാവും NMS 2025-26 എന്നുണ്ടാവും, NMS മോഡൽ എക്സാം എന്നുണ്ടാകും. ആ NMS മോഡൽ എക്സാമിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. NMS മോഡൽ എക്സാമിൽ എത്തുന്നതോടുകൂടി നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തും. ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് വരി വരിയായിട്ട് എഴുതി വെച്ചത് കാണാം, ഹോം, എക്സാംസ്, ഡെയിലി ടാസ്ക്, ഡൗൺലോഡ്സ് ആൻഡ് അനാലിസിസ് എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾ ആ എൻ്റർ ചെയ്ത, പ്രത്യേകം ശ്രദ്ധിക്കുക, NMS മോഡൽ എക്സാം എന്നുള്ള ബാച്ച് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അവിടെ നിങ്ങൾ ഈ എക്സാംസ് എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ എക്സാം നടക്കുന്നത് 18-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണി മുതൽ 9:30 വരെയാണ്. അപ്പോൾ 8 മണിക്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ NMS മോഡൽ എക്സാം എന്നുള്ളൊരു എക്സാം കാണാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് അറ്റംപ്റ്റ് എന്ന് ഞാൻ കൊടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് മറ്റെന്തെങ്കിലും കോൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, അത് ക്ലോസ് ചെയ്തിട്ട് വേറെ ആപ്പ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് റേഞ്ചിൽ വേറെ ഡിവൈസസ് ഉണ്ടെങ്കിലൊക്കെ ഈ എക്സാം ക്യാൻസൽ ആകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റേഞ്ചുള്ള സ്ഥലത്തായിരിക്കണം, നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തായിരിക്കണം. ഫോണിൽ വേറെ കോളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. കോൾ വന്നോട്ടെ, കട്ട് ചെയ്ത് വിടണം. ആ എക്സാം എഴുതുന്ന സമയത്ത് അറ്റൻഡ് ചെയ്താൽ അത് ക്യാൻസൽ ആകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുന്നു, സ്റ്റാർട്ട് എക്സാം എന്ന് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് എക്സാം എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇത് ഞാനൊരു സാമ്പിളിന് കൊടുത്ത എക്സാമാണ്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ചോദ്യം കാണുന്നു. ആ ചോദ്യം കണ്ടിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ആൻസർ നിങ്ങൾക്ക് ഷുവർ ആണ് ഇതിൻ്റെ ആൻസർ, അത് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നിങ്ങൾക്ക് താഴെയുള്ള കണ്ടിന്യൂ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്ന് കണ്ടോ, അടുത്ത ക്വസ്റ്റ്യനിൽ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, പിന്നെ നോക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂവിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം മാർക്ക് ഫോർ റിവ്യൂ. അവിടെ നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ എന്ന് ആഡ് ചെയ്യാം. അപ്പോൾ സാറേ, ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്തു പോകണോ? അല്ല, ജസ്റ്റ് ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ, ജസ്റ്റ് കൈകൊണ്ട് തന്നെ നീക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൻസർ ചെയ്യാണ്ട് തന്നെ കണ്ടിന്യൂ എന്നിങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂവും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ഒക്കെ കൊടുത്തു പോകുന്നു. ആൻഡ് ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിലെ റൈറ്റ് കോർണറിൽ നിങ്ങൾക്കൊരു 4 ബോക്സ് കാണാം, ഒരു 4 ചെറിയ ബോക്സുകൾ കാണാം. അതൊരു അടിപൊളി ഫീച്ചറാണ്, നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ഉപകരിക്കാൻ പോകുന്ന ഫീച്ചറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.
ഓക്കെ, അത് ക്ലിക്ക് ചെയ്താലുണ്ടല്ലോ, ആ ഒരു ഫീച്ചർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാത്തത്, ഏതൊക്കെയാണ് പിന്നെ നമ്മൾ പറയില്ലേ മാർക്ക് ഫോർ റിവ്യൂ പിന്നീട് മാറ്റി വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എക്സാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ ഒരു ഫീച്ചർ എടുത്തിട്ട് എല്ലാം ചെയ്തോ, ഏതെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ, ആൻസർ ചെയ്യാത്തുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 20 ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ 20 ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഫൈനൽ സബ്മിറ്റ് ഉണ്ടോ, ഇവിടെ കഴിഞ്ഞാൽ 20ാമത്തെ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് എന്ന് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ താഴെ ടൈം ഇങ്ങനെ പോണത് കാണാം, ടൈമർ പോണത്. അപ്പോൾ ടൈം അവിടെ നോക്കിയിട്ട് ടൈമിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, എക്സാം എഴുതാൻ. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും, ഡൗട്ട് ഉള്ളത് മാർക്ക് ഫോർ റിവ്യൂ മാറ്റി വെക്കാൻ പറ്റും, ഏതൊക്കെ അറ്റൻഡ് ചെയ്തു ഇല്ല എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. ആ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ടൈം ബാക്കിയുണ്ട്, നിങ്ങൾ ആൻസർ ചെയ്ത് എത്ര അല്ലാത്ത എത്ര എന്നുള്ള ഒന്നും കൂടി നിങ്ങൾക്ക് കാണാം. ആൻഡ് ആ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതോടുകൂടി, യെസ് എന്ന് കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ എക്സാം എന്ത് ചെയ്യപ്പെട്ടു, സബ്മിറ്റ് സബ്മിറ്റ് ചെയ്താൽ, ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ പിന്നെ അതിൽ നമുക്ക് ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നിങ്ങൾ ബാച്ച് സെലക്ട് ചെയ്യണം. ബാച്ച് സെലക്ട് ചെയ്യുമ്പോൾ NMS 2025-26 തന്നെ സെലക്ട് ചെയ്യണം. എക്സാം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വേറെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്, കോള് വരരുത്, റേഞ്ച് പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നന്നായി ശ്രദ്ധിച്ച് ടൈമൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, എക്സാം എഴുതണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മോഡൽ എക്സാം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.